എല്ലാവർക്കും കാണേണ്ടത് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് UPSC ആസ്പിരൻ്റ് ആണ്. പക്ഷേ അത് ഞാൻ കാണിക്കാൻ നിന്നാൽ നിങ്ങൾ 3 മിനിറ്റ് ഇരുന്ന് ഞാൻ വെറും പഠിക്കുന്നത് മാത്രം നോക്കിയിരിക്കേണ്ടി വരും. അതിനു പകരം എ ബ്രേക്ക് ഇൻ ദ ലൈഫ് ഓഫ് UPSC ആസ്പിരൻ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഐ എം വിനായക്, ദിസ് ഇസ് UPSC വേൾഡ് ആൻഡ് ലെറ്റ് മീ ഷെയർ മൈ സ്റ്റോറി. ഞാൻ രാവിലെ എഴുന്നേറ്റ് മെല്ലെ ഒരു കട്ടൻ കുടിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഇതെനിക്ക് തോന്നുന്നൊരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനീ പോയത്. അവിടെ കണ്ടു ആരുമില്ല. മെല്ലെ കുറച്ച് പാട്ടൊക്കെ കേട്ട് വലിയ കട്ടനൊക്കെ കുടിച്ച് ഇനി ദിവസം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഒരേ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മടുക്കും. അപ്പം ചില ദിവസങ്ങളിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കും. എന്നാൽ കംപ്ലീറ്റ്ലി പഠിത്തം നിർത്താൻ വേണ്ടി പറ്റില്ല കേട്ടോ. അങ്ങനെ മെല്ലെ ഒരു ചായയും കുടിച്ച് വന്ന് ഞാൻ മെല്ലെ എൻ്റെ ബുക്ക് വായിച്ചു തുടങ്ങി. ഈ 1000 Splendids ആണെന്ന് പറയുന്ന ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു ഹാബിറ്റ്, എന്തെങ്കിലും ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി എപ്പോഴും ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെറും പഠിത്തം മത്തായ മടുത്തു പോകും. അത് കഴിഞ്ഞ് ആക്ച്വലി ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടി ഒരു പൂവ് വാങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ 7 മണിയാകുമ്പോഴേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളൊക്കെ കിട്ടും. ഇവിടെ അടുത്ത് തന്നെ അമ്പലമുള്ളത് കൊണ്ട് അമ്പലത്തിലേക്കാണെന്ന് വിചാരിച്ച് കുറച്ച് എക്സ്ട്രാ പൂവൊക്കെ വെച്ച് തന്നു. അങ്ങനെ ഞാൻ ഇതും വാങ്ങിയതേ ഇനി തിരിച്ചു പോവുകയാണ്. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ടും റെഡി ആയിരുന്നു. അങ്ങനെ നമ്മൾ 2 പേരും കൂടി റീഡിംഗ് റൂം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ 2 പേരും റീഡിംഗ് റൂമിൽ പോയി. ഒരു 2-3 മണിക്കൂർ ഞാനിരുന്നു. അതിനുശേഷം ഞാൻ ഉച്ചയാകുമ്പോൾ ഇറങ്ങിയിട്ട് മെല്ലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ആ ഫ്രണ്ടിന് പൂവ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചായയും കുടിച്ച് മെല്ലെ കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കെന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ സ്വിഗ്ഗിയിൽ ഷവർമ ഓർഡർ ചെയ്ത് പുള്ളി വരുന്ന കുറേ നേരം നോക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു ട്രാഫിക്കിലായതുകൊണ്ടാണ് പുള്ളി കുറേ നേരം എത്തും. അങ്ങനെ അതും കിട്ടി. കുറച്ച് നേരം അതും കൂടി കഴിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇനി വീണ്ടും റീഡിംഗ് റൂം പോവാം. അപ്പോൾ വീണ്ടും റീഡിംഗ് റൂം പോയി ഒരു 4-5 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്രേക്ക് ഡേ ആണല്ലോ, സോ ഒരു 2 മണിക്കൂറിൽ പഠിത്തം ഒതുക്കാമെന്ന് തീരുമാനിച്ചു. ദി ബ്രേക്ക് ഡേ വാസ് എ സക്സസ്. അങ്ങനെ നമ്മൾ സൺഡേ തന്നെ ബ്രേക്ക് ഡേ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണോ എക്സോസ്റ്റഡ് ആയിട്ട്, എപ്പോഴാണോ ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നത് അപ്പോഴും നമുക്ക് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് ഫുള്ളൊരു ദിവസം പഠിച്ചില്ലെങ്കിൽ പോലും കുറച്ച് പഠിച്ചുകൊണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഇതാക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പൂട്ടിയിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇനി മെല്ലെ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം പ്രോപ്പറായിട്ട് ഫുൾ ഡേ ഇരുന്ന് പഠിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദി വീഡിയോ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. എക്സാം ആകാനായി എന്നറിയാം, നല്ല സ്ട്രെസ് ഉണ്ടാകും. പക്ഷേ അതും വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം ഉപേക്ഷിച്ച് മാറിയിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ മോശമാകും. സോ ഐ എം വിനായക്, ദിസ് UPSC വേൾഡ്. ഐ എം ഗോയിങ് ടു സൈൻ ഓഫ്. ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ. ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.